റെയിൽവേ സ്റ്റേഷനിലാണ്. എല്ലാവർക്കും നമസ്കാരം. മറൈൻ കപ്പിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ അമ്മുവിൻ്റെ യൂണിവേഴ്സിറ്റി ബെർലിനിലാണ്. അമ്മുവിനെ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയാക്കുക, അതിനുശേഷം അക്കോമഡേഷൻ റെഡി ആക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ ടാസ്ക്. സോ നമ്മളിപ്പോൾ ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ വരും. അതിനുശേഷം നമ്മൾ ബെർലിനിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ മറ്റേ ചെന്നൈ മാംഗ്ലൂർ എക്സ്പ്രസ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെയിൽ എന്നൊക്കെ പറയണ പോലെ ഇവിടെ സാധാ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ് ഈ കാണുന്ന ട്രെയിനൊക്കെ. മെട്രോ ഒന്നുമല്ല, ഇത് ഇവിടുത്തെ സാധാ റെയിൽവേ സ്റ്റേഷൻ. വളരെ ക്ലീനാണ്. നേരിടേണ്ട അവസ്ഥ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ഉണ്ടാവില്ല. എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് ലൈനാണ്, ഏത് പ്ലാറ്റ്ഫോമാണ്, എല്ലാം കൃത്യമായിട്ട് ഇവിടെ എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് അപ്പം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ എല്ലാവർക്കും വിശ്രമിക്കാനും ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. വളരെ ക്ലീനാണ്. സി എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ റെയിൽവേ സ്റ്റേഷൻ. ബെർലിൻ വരെ പോകാൻ വേണ്ടിയിട്ട് അറൗണ്ട് 377 കിലോമീറ്റർ ഉണ്ട്. 377 കിലോമീറ്റർ. 377 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 4 hours ട്രെയിൻ യാത്രയാണ്. ഈ ട്രെയിൻ എനിക്ക് ഒരു പ്രാവശ്യം ട്രെയിനിൽ ഞാൻ ഓൾറെഡി യാത്ര ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഫ്ലൈറ്റിനേക്കാളും സുഖമാണ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ. വളരെ കംഫർട്ടാണ്. ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണവും തോന്നില്ല. ഫുൾ AC ആണ്. പിന്നെ അതുകൂടാതെ വൈഫൈ ഉണ്ട്. എല്ലാ ട്രെയിനിലും നോർമലി വൈഫൈ ഉണ്ട്. സോ ബോറടിക്കില്ല. ബോറൊന്നും അടിക്കാതെ വളരെ നമുക്കധികം ക്ഷീണമൊന്നും വരാതെ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഗൈസ്, നമുക്കിനി ബെർലിനിൽ എത്തിയിട്ട് കാണാം. ഞങ്ങൾ ട്രെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, സി യു. അമ്മുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പാർട്ട്മെൻറ്റിൻ്റെ പരിസരങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അമ്മുവും എല്ലാവരും കൂടി അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കീ മേടിക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ അവർ കീയൊക്കെ മേടിച്ചിട്ട് വരുന്നവരെ ഞാൻ ഈ പെട്ടിയൊക്കെ ആയിട്ട് ഇവിടെ കാവൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ വന്നതിന് ശേഷം അപ്പാർട്ട്മെൻറ്റിലേക്ക് ഉള്ളിലേക്ക് പോകും. സോ ഞാൻ ഇവിടുത്തെ ഈ ചുറ്റുപാടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. Hello. Welcome. Good Abend. Good night. So, can I have an apartment tour, please? So, we start here with the kitchen. Okay. We start with the kitchen. Okay. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ലെഫ്റ്റ് സൈഡിൽ കിച്ചണാണ്. കിച്ചണിൻ്റെ എന്തൊക്കെയുള്ളത് നോക്കാം. കിച്ചണിൽ ഒരു ടേബിൾ ഉണ്ട്, 3 ചെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് അമ്മുവിൻ്റെ ബാഗെല്ലാം അൺപാക്ക് ചെയ്ത് ആ സാധനങ്ങളെല്ലാം ഇവിടെ നിരത്തി വെക്കണേന്. ഇപ്പം ഇവിടെ തന്നെ ഇപ്പം തന്നെ അമ്മു ഇവിടെ എല്ലാം എടുത്ത് വെച്ച് കൊളാക്കിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നത് കാഴ്ചയെ കണ്ട് നിൽക്കണേണ്. എന്താവുമെന്ന് ദൈവത്തിനറിയാം. അതെ, കൊണ്ടുവന്ന അച്ചാറൊക്കെ ലീക്കായിട്ട് ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിലൊരു ഫ്രിഡ്ജുണ്ട്. താഴെ വാർഡ്രോബിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഡ്രോയേഴ്സ്, ഇവിടെയൊക്കെ കുറച്ച് ഡ്രോയേഴ്സ് ഉണ്ട്. മുകളിലും അതുപോലെ തന്നെ കുറച്ച് ഡ്രോയേഴ്സ് ഉണ്ട്. ഇവിടെയാണ് കുക്ക് ചെയ്യണ പ്ലേറ്റ് എല്ലാം വെക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ സിങ്ക് ഉണ്ട്, ഒരു വിൻഡോ ഉണ്ട്. പിന്നെ കിച്ചണിലുള്ളത് ഒരു ഡൈനിങ് ടേബിൾ, 3 ചെയേഴ്സ്. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് അത്യാവശ്യം നല്ല ടോയ്ലറ്റാണ്. ഇവിടെ ബാത്ത് സ്പേസ് ഉണ്ട്, ഒരു ഷവറുണ്ട്. പിന്നെ ഇവിടെ കർട്ടനൊക്കെ നമ്മൾ ഇനി ഇൻസ്റ്റാൾ ചെയ്യണം.
ഇത് ജസ്റ്റ് ഫ്രഷ്ലി മെയ്ഡ് അപ്പാർട്ട്മെൻ്റ് ആണ്. സോ ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല ഇതിനകത്ത്, കാലിയാണ്. അമ്മുവാണ് ഇതിനകത്ത് ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് എക്യൂപ്പ് ചെയ്യണത്. ഇവിടെ WC ഉണ്ട്, വാഷ് ബേസിൻ, ഫീഡർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ടോയ്ലറ്റാണ്. പിന്നെ അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഇപ്പുറത്ത് വേറൊരു ബെഡ്റൂം ഉണ്ട്, ഇവിടെ അമ്മുവിൻ്റെ ബെഡ്റൂം. സോ ഈ അപ്പാർട്ട്മെൻറ്റിൽ 3 ബെഡ്റൂം, 1 കിച്ചൺ, 1 ടോയ്ലറ്റ് അങ്ങനെയാണ്. ഇപ്പോൾ അമ്മുവിൻ്റെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ബെഡ് ഇടാനുള്ള സ്പേസ് ഉണ്ട്, ഒരു വിൻഡോ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. ഇങ്ങനെയാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇപ്പോൾ അവളുടെ തിങ്സൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പെട്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ, ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ഈ ഇത്രയും സ്പേസ് തന്നെ ഉള്ളൂ. ബാക്കി അപ്പുറത്തുള്ള 2 ബെഡ്റൂമിനും എല്ലാ ബെഡ്റൂമിൻ്റെയും ഇതേ സെയിം സെറ്റപ്പ് തന്നെയാണ്. ഒരു ബെഡ് ഉണ്ടാവും, വാർഡ്രോബ് ഉണ്ടാവും, വിൻഡോ ഉണ്ടാവും, ഒരു ടേബിൾ ഉണ്ടാവും. പിന്നെ എല്ലാ റൂമിലും വൈഫൈ ഉണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 3 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ്. രണ്ടുപേരും നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി പോയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സമയമില്ല. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ട്രെയിൻ പിടിച്ച് ഇനി തിരിച്ച് നമ്മുടെ വീട്ടിലെത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അറൗണ്ട് 5 to 6 hours എടുക്കും. അപ്പോൾ നമ്മൾ നാളെ ഇന്ന് 10 o'clock നമുക്ക് രാത്രി ട്രെയിൻ. നമ്മൾ വീട്ടിലെത്തുമ്പോൾ മിക്കവാറും ഒരു കാലത്തിന് 6 മണിയൊക്കെ ആവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത്രയും നാൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു. പുതിയ പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ജർമ്മനിയിലെ പുതിയ വിശേഷങ്ങളുമായി വേറൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.